പാഠം 242. ഒരു പേരിടൽ. മോഹനേട്ടാ, മണി 8:30 കഴിഞ്ഞു. ആരുടെ വസ്തുവിന്റെ സ്കെച്ച് റെഡിയാക്കാനുണ്ട്, നേരത്തെ പോണമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. എന്നിട്ടിപ്പോ പോകുന്നില്ലേ? ഉത്തമം വന്നല്ലേ പോകാൻ പറ്റൂ. ഓ ഭാമ, നീ ഇത് കണ്ടോ? ഭൂമിയുടെയും വീടിന്റെയും വില കുതിച്ചു കയറുകയാണ്. നമ്മൾ ഈ വീട് വാങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ ജന്മത്ത് വീട് വാങ്ങാൻ പറ്റില്ലായിരുന്നു. എല്ലാറ്റിനും ഒരു സമയമുണ്ട് മോഹനേട്ടാ. നമ്മളൊരു 2 കൊല്ലം ഒരു വീടിനായിട്ട് അറിഞ്ഞു നടന്നില്ലേ? എന്തോരം വീട് കണ്ടു. ഒടുവിൽ ഭൂമി വാങ്ങി വീട് വെക്കാന്ന് വരെ ആലോചിച്ചില്ലേ? പക്ഷേ ദൈവം നമുക്കായി കണ്ടുവച്ചത് ഈ വീടായിരുന്നു. ദൈവം ബ്രോക്കറോ? പിന്നെ അല്ലാതെ, മനുഷ്യരുടെ സകല കാര്യങ്ങളും നടത്തി തരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബ്രോക്കർ ദൈവമാണ്. നീളത്തിൽ വരാന്തിയുള്ളൊരു വീട് വേണം, ഓടിമേഞ്ഞൊരു വീട് വേണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പണ്ട് മോഹനേട്ടനെ കളിയാക്കില്ലേ? അതൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിലായിരുന്നു, ഇപ്പോഴും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ മോഹനേട്ടൻ ആഗ്രഹിച്ച പോലെ ഐശ്വര്യമുള്ളൊരു വീട് നമുക്ക് കിട്ടി. ഭാഗ്യം. അത് എന്റെ ഭാഗ്യം. ഈ പ്രദേശത്ത് ഏറ്റവും വ്യത്യസ്തമായ ഐശ്വര്യമുള്ളൊരു വീടാണ് ഇത്. ഇങ്ങനൊരു വീട് ഈ വില്ലേജിലേ ഇല്ല. ഞാൻ എന്റെ ജോലി സത്യസന്ധമായി ചെയ്തതിന് ഈശ്വരൻ തന്ന പ്രതിഫലം. അല്ലാതെ നിന്നെ പോലെ കള്ളന്മാരുടെയും കൊലപാതകളെയും കേസ് വാദിക്കുന്ന വക്കീലന്മാരുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കൂ? എന്റെ സ്വാമി, നമ്മളെ വെറുതെ വിട്ടേക്ക്. രാവിലെ ഒരു വഴക്കിനുള്ള വഴി തേടുകയാണ് വില്ലേജ് ഓഫീസർ എന്ന് എനിക്ക് മനസ്സിലായി. ആ ചുണ്ടയിൽ ഞാൻ കുത്തില്ല. ഞാൻ വഴക്കിനില്ല. ഹലോ, അതെ. ആ, വിദ്യാലക്ഷ്മി. ആ ഇല്ല. ഓ, അത് ശരിയാണല്ലോ. ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. പിന്നെ അത് നല്ല കാര്യല്ലേ? ശരി, നോക്കട്ടെ. എന്തായാലും ഞാനിത് മോഹനേട്ടനോട് പറയട്ടെ. ഓക്കെ. മോഹനേട്ടാ, വിദ്യാലക്ഷ്മിയെ വിളിച്ചത്. അവള് ചോദിച്ചത് കേട്ടപ്പോ എനിക്ക് തോന്നി അതിലൊരു കാര്യമുണ്ടെന്ന്. ചോദിച്ചത് വിദ്യാലക്ഷ്മി ആയതുകൊണ്ട് അതിലൊരു കാര്യം ഉണ്ടാവില്ല. ഒരു കാര്യം പറയാൻ വരുമ്പോ ഇങ്ങനെ സംസാരിക്കില്ലേ? കുറച്ചു മുന്നേ അല്ലേ മോഹനേട്ടൻ പറഞ്ഞത് നമ്മള് വലിയ ഭാഗ്യം ചെയ്തവരാണ്, നമുക്ക് സ്വന്തമായ ഒരു വീടുണ്ട്, അതാണ് ഇതാണ് മറ്റേതാണെന്നൊക്കെ. ഇപ്പോഴെന്താ നമുക്ക് വീടില്ലേ? വീടിന്റെ കാര്യം മാത്രമല്ലല്ലോ മോഹനേട്ടൻ പറഞ്ഞത്. നമ്മുടെ വീട് മറ്റു വീടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഈ പ്രദേശത്ത് ഇത്രയും ഐശ്വര്യമുള്ള മറ്റൊരു വീടില്ല എന്നൊക്കെയല്ലേ? അതെ. വീടിന്റെ ഐശ്വര്യത്തിന് ഇപ്പൊ എന്താ പറ്റിയത്? അതുമല്ല മോഹനേട്ടാ, വ്യത്യസ്തമായ വീട് എന്ന് പറയുമ്പോ വീടിന്റെ വരാന്തയും മേഞ്ഞിരിക്കുന്ന ഓടും മുറ്റത്ത് നിൽക്കുന്ന മാവും ചുറ്റുമുള്ള ചെടിച്ചട്ടികളും മാത്രമല്ലല്ലോ. നീ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കിയുടെ പറയാം. നമ്മുടെ വീടിന് ഒരു പേര് വേണ്ടേ? വ്യത്യസ്തമായൊരു പേര്. ഒരു പേരില്ലാതെ ഒരു വീട് വീടാകുമോ? വീടിന് പേരിന്റെ ആവശ്യം എന്താണ്? വില്ലേജ് ഓഫീസർ മോഹനേഷ് സാറിന്റെ വീട് എന്നാണല്ലോ നാട്ടുകാർ മുഴുവൻ പറയുന്നത്. അത് മോഹനേട്ടനോട് പറയുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം ആളുകൾ എന്നോട് പറയുന്നത് അഡ്വക്കേറ്റ് സത്യഭാമയുടെ വീട് എന്നാണ്. പക്ഷേ എനിക്കതിലൊന്നും താല്പര്യമില്ല. ഒരു വീട് അവിടെ താമസിക്കുന്നവരുടെയാണ്. പക്ഷെ ആ വീട് അറിയപ്പെടേണ്ടത് അവരുടെ പേരിലാവരുത്. വീടിന് വീടിന്റേതായ ഒരു വ്യക്തിത്വം വേണം. വീടിന്റെ വ്യക്തിത്വം വീട്ടുകാരുടെ വ്യക്തിത്വമായിരിക്കണം. ഒരു വീടായിരിക്കുമ്പോ ആ വീട്ടിൽ താമസിക്കുന്നവരെ പോലെ ആയിരിക്കണം അത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട് ആ റോഡിലൂടെ പോകുന്ന സകലരോടും വഴക്കുണ്ടാക്കുമല്ലോ. താമസക്കാരൻ മോഹനേട്ടനല്ലേ? മോഹനേട്ടാ, വിദ്യാലക്ഷ്മി പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് സ്വന്തമായൊരു വീടുണ്ട്. ഇനി ആ വീടിനൊരു പേര് വേണം. ആളുകൾ കണ്ടാൽ ഞെട്ടുന്നൊരു പേര്. ബോംബ് എന്നിടാ. അല്ല, ആളുകൾ ഞെട്ടണമെങ്കിൽ അത്തരം പേരിടാം. അല്ലെങ്കിൽ സോളാർ എന്നിടാം. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഒരു കാര്യം പറയുമ്പോ കളിയാക്കി നീ സ്വഭാവം എനിക്ക് പിടിക്കാത്ത കേട്ടോ. നീ പറഞ്ഞത് കാര്യമേ അല്ല, അതുകൊണ്ടാണ് കളിയാക്കിയത്. അങ്ങനെ ഒരു പേരിന്റെ ആവശ്യമേ ഇല്ല. ഇങ്ങോട്ട് വന്നേ. മോഹനേട്ടാ, ഇപ്പത്തെ ഈ തർക്കം ഒരു കാര്യമില്ലാത്തതാണേ. മോഹനേട്ടൻ വീടിന് പേരിടാൻ മടിക്കുന്നതിന്റെ കാരണം എന്താന്നൊക്കെ എനിക്ക് അറിയാം. ഇപ്പൊ നാട്ടുകാർ ചിലര് മോഹനകൃഷ്ണ സാറിന്റെ വീട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, മോഹനേട്ടൻ ഒരു വില്ലേജ് ഓഫീസർ ആയി പോയതുകൊണ്ട് മാത്രമാണ്.
വീടിനൊരു പേരിട്ടാൽ ആ പറച്ചിലങ്ങ് നിൽക്കും. പിന്നെ ആളുകൾ മോഹനകൃഷ്ണ സാറിന്റെ വീട് എന്ന് പറയില്ല. അതോർത്തപ്പോ മോഹനേട്ടന് വിഷമം. ഈ വീടിന് എന്ത് പേരിട്ടാലും ആളുകൾ മോഹനകൃഷ്ണ സാറിന്റെ വീട്, മോഹനകൃഷ്ണ സാറിന്റെ വീട് എന്നേ പറയൂ. അത് സമ്മതിക്കാനുള്ളതിന്റെ വിഷമം കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് ഒരു വിഷമവും ഇല്ല. മോഹനേട്ടന് വിശ്വാസം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. നമുക്കെന്തായാലും ഇവിടെ ഒരു പേരിട്ട് നോക്കാം. പിന്നെ ആളുകൾ എന്ത് പറയും നമുക്ക് നോക്കാലോ. ശരി, നിന്റെ വെല്ലുവിളി സമ്മതിക്കുന്നു. നമ്മള് ഈ വീടിനൊരു പേരിടുന്നു. ആ പേര് ഗേറ്റിൽ എഴുതി വെക്കുന്നു. അതിനുശേഷവും ആളുകൾ ആ പേരാണോ എന്റെ പേരാണോ പറയുന്നത് നോക്കാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് അങ്ങനെയാണെങ്കിൽ തൈപ്പറമ്പിൽ എന്ന് ചോദിച്ചോളൂ. എന്തോന്ന് തൈപ്പറമ്പിൽ എന്റെ വീട്ടുപേരാണല്ലോ. മോഹനേട്ടന്റെ വീട്ടുവരെ എഴുതി വെക്കുന്നത് എവിടുത്തെ മര്യാദയാണ്? അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടുവരെ എഴുതി വെക്കട്ടെ, കുന്നും പുറത്ത്. ഏത് കുന്നിന്റെ പുറത്ത്? വീടിന് മൊത്തം കൊടുത്ത വില 41 ലക്ഷം രൂപ. അതിൽ കൃത്യം 17,50,000 രൂപ ഈ സത്യഭാമയാണ് തന്നത്. ബാക്കി 23,50,000 രൂപയെ മോഹനേട്ടന്റേതായിട്ടുള്ളൂ. അതായത് ഒരു 55%. 55% കാശ് മുടക്കിയ ആൾക്ക് പേരിടാൻ എന്താണ് അവകാശം? ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഞാനില്ല. വീടിന് പേരിടുന്നെങ്കിൽ എന്റെ വീട്ടുപേരിട്ടാ മതി. അല്ലെങ്കിലും ഭാര്യയുടെ മേൽവിലാസത്തിൽ ജീവിക്കേണ്ട കാര്യം മോഹനേട്ടനില്ല. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. ഭർത്താവിന്റെ മേൽവിലാസത്തിൽ ജീവിക്കേണ്ട കാര്യം എനിക്കുമില്ല. ഞാൻ ഈ നാട്ടിലെ ഏറ്റവും തിരക്കുള്ളൊരു വക്കീലാ. എന്ത് തിരക്ക്? ഞാൻ ഒന്നും കണ്ടില്ല. മോഹനേട്ടന്റെ വീട്ടുവരും വേണ്ട, എന്റെ വീട്ടുവരും വേണ്ട. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള മനോഹരമായ ഒരു പേരിടാം. നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള മനോഹരമായ ഒരു പേര് അതല്ലേ വേണ്ടത്? അതെ, മോഹനകൃഷ്ണൻ എന്നായാലോ? എനിക്ക് ആ പേര് ഇഷ്ടമല്ല. മോഹനേട്ടാ, വീടിന് മനുഷ്യന്റെ പേരാണോ ഇടുന്നത്? ശരി, അപ്പോ നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള പേര് വേണം. അത് മനുഷ്യന്റെ പേരാകാനും പാടില്ല. അതെ, ഇഡ്ഡലി എന്നിട്ടാലോ? നമ്മൾ രണ്ടുപേരും ഇന്ന് രാവിലെ കഴിച്ച ഇഡ്ഡലിയാണ്. അത് നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. നിനക്ക് ഇഷ്ടമായില്ലേ ബാമേ? വെറുതെ എന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കല്ലേ. ശരി, നീ ഒരു പേര് പറ. എന്റെ മനസ്സിൽ ഇപ്പൊ ഒരു പേരെ വരുന്നുള്ളൂ. ഈ വീടിന് ഏറ്റവും യോജിച്ചൊരു പേര്. അതിനൊരു പുതുമയുണ്ട്. ഇതുവരെ ഈ ലോകത്താരും ഒരു വീടിനും ഇങ്ങനൊരു പേരിട്ടിട്ടുണ്ടാവില്ല. എന്താ അത്? കോമാളി വീട്. ഗേറ്റിൽ ബോർഡ് വെക്കുമ്പോ മോഹനേട്ടന്റെ ഫോട്ടോ ഒരു സൈഡിലായിട്ട് വെക്കാം. ഇങ്ങനെ നല്ല രസമായിരിക്കും.